ടൈം റിജക്ഷൻ കിട്ടി. ഞാൻ ഏതൊക്കെ ഏജൻസിയിൽ പോയിട്ടുണ്ടോ അവരൊന്നും ഇനി ആ ഫയൽ എടുക്കില്ല, വേറൊരു കൺട്രിയിലേക്ക് നോക്കാമെന്ന് മാത്രമേ എന്നോട് പറഞ്ഞോളൂ. ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി വിസ വന്നിരിക്കുന്ന നമ്മുടെ സ്റ്റുഡന്റ് മരിയാണ് ഇന്ന് ഇവിടെ ഉള്ളത്. മരിയുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. 2 years ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് കുറേ സ്ട്രഗിൾ ചെയ്ത് കടന്നുപോയ ഇതായിരുന്നു. അതാണ് എനിക്കിപ്പോൾ അച്ചീവ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ വൈഫിന് ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് അഡ്മിഷൻ കിട്ടി. നിങ്ങളുടെ ഒരു ഫാമിലി സപ്പോർട്ടും ഒരു ഹസ്ബൻഡ് എന്നുള്ള രീതിയിലുള്ള സപ്പോർട്ടും എങ്ങനെയാണ്? ആളുടെ താല്പര്യം ആൾക്ക് പുറത്തേക്ക് പോകണം തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഓക്കെ, അവളുടെ താല്പര്യം, അവൾക്ക് ഏത് കൺട്രിയാണ് ഇഷ്ടം അവിടേക്ക് പോവാം. EAG ത്രൂ ആയി ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് സംഭവം നടന്നു. പിന്നെ അവളുടെ ഡ്രീം അത്ര വലിയൊരു സക്സസ് ആയതൊരു സന്തോഷമാണ്. ഫാമിലി കൊണ്ടും എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഇപ്പം എഡ്യൂക്കേഷൻ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിറങ്ങി മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടില്ല, ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസിൽ മരിയയ്ക്ക് എന്താ ഷെയർ ചെയ്യാനാണ്? പ്രോപ്പർ ടൈമിൽ കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് കൺവേ ചെയ്യാനും നല്ലൊരു റെസ്പോൺസും എനിക്ക് ഇവിടെ നിന്ന് കിട്ടി. മറ്റുള്ള ഏജൻസിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരിക്കലും ഇത്രയും നല്ലൊരു റെസ്പോൺസ് ഇതുവരെ കിട്ടിയിട്ടില്ല. EAG ഞാൻ ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് സ്മിതു എന്നോട് പറഞ്ഞത് നമുക്കിത് നോക്കാം, എന്തായാലും കിട്ടുമെന്നാണ് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി ഇവിടെയുള്ള എവറി സ്റ്റാഫ്സും എന്നോട് നല്ല രീതിയിലാണ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തതും. ഇനിയും EAG-നെ സജസ്റ്റ് ചെയ്യുമോ? എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എന്തായാലും EAG-നെ റെഫർ ചെയ്യും. കാരണം ഇത്രയും നല്ലൊരു സപ്പോർട്ടും അതുപോലെ തന്നെ നല്ലൊരു ഗൈഡൻസും ആണ് എനിക്ക് EAG-ന് കിട്ടിയത്.